ഗോപൻ, മക്കൾ ഇതുവരെ വന്നിട്ടില്ല. സ്കൂൾ വിട്ടിട്ട് നേരം കുറയായി. സ്കൂളിൽ വിളിച്ചു നോക്കിയോ? ഇവളവിടെ പോയി അന്വേഷിച്ചു. പതിവായി പോകുന്ന ഓട്ടോയിൽ തന്നെ കയറി പോയി എന്നാ അവര് പറയുന്നേ. അപ്പൊ പേടിക്കാനൊന്നുമില്ല. ഓട്ടോയ്ക്ക് എന്തെങ്കിലും കേട് പറ്റിയിരിക്കും. അത് നന്നാക്കാൻ ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കയറിയിരിക്കും. എന്നാ അയാൾ ഇങ്ങോട്ടൊന്ന് വിളിച്ചു പറയണ്ടേ? എനിക്ക് ഒരു സമാധാനവും ഇല്ല. പോലീസിൽ അറിയിക്കണോ? വേണ്ട വേണ്ട, ഞാനൊന്ന് പോയി നോക്കിട്ട്. ഇത് കണ്ടോ അമ്മേ? നമ്മുടെ ഫിഷ് ടാങ്കിലിട അച്ഛൻ വാങ്ങി തന്നതാ. ഇത് ഐസ്ക്രീം ഞങ്ങൾ രണ്ടെണ്ണം തിന്നു. കൊന്നാളെ ഞാൻ. കണ്ണി കണ്ടവർ തരുന്ന ഒന്നും വാങ്ങിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അച്ഛനാ വാങ്ങി തന്നത്. എടാ, സ്കൂൾ വിട്ടാ കുട്ടികളെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് കുട്ടികളെ അച്ഛൻ വന്ന് വിളിച്ച വിടാണ്ടിരിക്കാൻ പറ്റുമോ? ഇവരുടെ അച്ഛനും അമ്മയും ഒക്കെ ഞാനാണ്. തന്റെ സഹായം ഞങ്ങൾക്ക് ഇനി വേണ്ട. നോക്കട്ടെ, വേറെ ഏതെങ്കിലും ഓട്ടോ കിട്ടുമെന്ന്. ഞാൻ എന്ത് ചെയ്യുന്നു? എനിക്കത്ര നിർബന്ധമൊന്നുമില്ല. ഞാൻ പിടിച്ചു വെച്ചോണ്ടാ അവരിപ്പോ വന്നത്. നിങ്ങൾ പോയി കുളിച്ച് ഈ യൂണിഫോം ഒക്കെ മാറ്റാം. അങ്കിൾ ആ മീനിനെ എടുത്തോണ്ട് വരാൻ. ചെല്ലെ. എന്താ ഇത്? കുട്ടികളാകെ പേടിച്ചു പോയില്ലേ? ഞാൻ എത്ര പേടിച്ചു പോയിന്നറിയോ? എന്നിട്ടാണ് അവരെ കണ്ടപ്പം ഭദ്രകാളിയെ പോലെ കിടന്ന് കലിതുള്ളിയത്. ഷെയിം. അന്യന്മാരോടൊപ്പം ഒന്നുമല്ല അവർ പോയത്, സ്വന്തം അച്ഛൻ്റെ കൂടെ അല്ലേ. പ്രമീളയ്ക്കുള്ളതുപോലെ അവരെ കാണാനും ലാളിക്കാനും അയാൾക്കും അവകാശമുണ്ട്. ഞാനാണ് അവരെ വളർത്തുന്നത്. അപ്പൊ എന്റെ ഇഷ്ടപ്രകാരം നടന്നാ മതി. ദുർവാശയാണ് സാർ, രണ്ടുപേർക്കും. അത് പതുക്കെ മാറ്റിയെടുക്കണം. ഞാൻ പീതാംബര സാറിനെ ഒന്ന് കാണട്ടെ. ഞാൻ കേസ് കൊടുക്കും. എന്റെ മക്കളെ കാണാൻ പാടില്ല എന്ന് ഒരു കോടതി എന്നോട് പറയില്ല. നിങ്ങൾക്കറിയാവോ, അവളും മക്കളും അല്ല ജീവിതത്തിൽ വേറെ ആരും വേണ്ടെന്ന് വിചാരിച്ചുള്ളവനെ ഞാൻ. കള്ളു കുടിച്ചിട്ടില്ല, ചീട്ട് കളിച്ച് കാശ് കളഞ്ഞിട്ടില്ല, കണ്ട പെമ്പിള്ളയുടെ പുറകെ പോയിട്ടില്ല. പിന്നെ ഞാൻ ചെയ്ത് തെറ്റെന്താ? ഭൂമിയോളം ക്ഷമിക്കുന്നവനെ ഞാൻ. പക്ഷെ എൻ്റെ ലിമിറ്റ് കഴിഞ്ഞോണ്ടല്ലോ. സ്നേഹമായാലും ദേഷ്യമായാലും അതിൻ്റെ മാക്സിമം. അതാ പീതാംബര സാറിൻ്റെ സ്വഭാവം. പുറമേ നോക്കിയാലേ അത് മനസ്സിലാവും. അധികമായാൽ അമൃതും വിഷമാണെന്ന് പണ്ടേ പറയാറുള്ളത്. ഭാര്യയെ സ്നേഹിച്ച് ആ സ്നേഹം ഒരു ഭാരമാക്കി മാറ്റിയതാണ് സാർ ചെയ്ത തെറ്റ്. സാർ, പൊസസീവ്നെസ് എന്ന് പറയുന്നത് സ്നേഹമല്ല, അതൊരു തരം ഫിയറാണ്, ഭയമാണ്. നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം. 24 മണിക്കൂറും സാറിൻ്റെ പുറകെ സാറിനെ സ്നേഹിച്ചുകൊണ്ട് ഒരാൾ നടന്നാൽ എന്തോന്നും ഭയങ്കര ബോറായിരിക്കില്ലേ? അവക്ക് അഹങ്കാരമാണ്. ഞാൻ അവക്ക് ചേർന്നതെല്ലാം ഒരു തോന്നല്. അത് പണ്ട് പോലുള്ളതാ. ദേ, ഇത് മാത്രമാണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം. ഈ ഒരൊറ്റ കോംപ്ലക്സിൻ്റെ പുറത്താണ് മറ്റു കാരണങ്ങളൊക്കെ നിങ്ങൾ കെട്ടിപ്പൊക്കിയത്, കലഹിച്ചത്, ജീവിതം തകർത്തത്. ചെറിയ പരിചയമേ എനിക്ക് സാറിൻ്റെ വൈഫുമായിട്ടുള്ളൂ. ആ പരിചയം വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റും, പ്രമീളയ്ക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിരോധവും സാറിനോടില്ല. ഭർത്താവിന് വിശ്വാസമില്ല എന്ന് തോന്നിയാൽ ഏത് ഭാര്യയാണ് സഹിക്കുക? അത് വെറുപ്പാകും, വൈരാഗ്യമാകും. അതിനിടയിൽ കിടന്ന് പാടുപെടുന്നത് ആ കുട്ടികളാണ് സാർ. എനിക്ക് എൻ്റെ മക്കളെ കാണാതിരിക്കാൻ പറ്റില്ല. എനിക്കറിയാം. അതിനി ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെയും കൈയും കാലും പിടിക്കണ്ട, പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുവരാം. അതിനുള്ള സ്വാതന്ത്ര്യം ഇപ്പം എനിക്ക് ആ വീട്ടിലുണ്ട്. ഷാജാൻ, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായില്ലേ? മേശപ്പുറത്തിരിക്കുന്നുണ്ടില്ലേ? ഇടോ, എന്താടോ ഇത്? പൊങ്കല്. ഇടോ, ഈ പൊങ്കലും വടയും ഊത്തപ്പല്ലാതെ വേറൊന്നും തനിക്ക് ഉണ്ടാക്കാൻ അറിയില്ലേ? എന്ത് വെച്ചെന്നാലും പിടിക്കുമല്ലോ. കേസരി ഉണ്ടാക്കി, ഒരു സ്പൂൺ തിന്നില്ല. പുളിയോദര ഉണ്ടാക്കി, തൊട്ടില്ല. തൈര് സാധം വേണ്ട, സാമ്പാർ സാധം വേണ്ട. ഈ തിരുപ്പൂരും ശരവണ മുതലാളിയും കൂടെ തൻ്റെ രുചികളൊക്കെ കളഞ്ഞു. ഇടോ, കാലത്ത് കുളിച്ച് വന്ന് കഴിക്കാനിരിക്കുമ്പോൾ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ആഹാരം ഉണ്ടാക്കി വെച്ചാൽ എന്താ തനിക്ക്? നല്ല കനം കുറഞ്ഞ ദോശ, ചമ്മന്തി, സോഫ്റ്റ് ഇഡലി, പൂരി. ഇന്ന് സത്യത്തിൽ എനിക്ക് പുട്ടും കടലയും കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ പൊങ്കലിന് വരെ അതായിരുന്നെങ്കിൽ ഞാൻ തനിക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നേനെ. എനിക്ക് നിങ്ങൾ ഉമ്മയും വേണ്ട, വാപ്പയും വേണ്ട. മനസ്സിലുള്ള എന്താണെന്ന് പറയാതെ മെഷീനൊന്നുമില്ല എൻ്റെ അടുത്ത് നിങ്ങളെ മനസ്സിലാക്കാൻ. ദേഷ്യ ആണെങ്കിൽ അയ്യോ. യെസ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഇല്ലല്ല. ഓ ഭാഗ്യം. ഞാൻ കുറച്ച് പുട്ടും കടലയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഡ്രസ് ഡിസൈനിങ് മാത്രമല്ല, എനിക്ക് പാചകം ചെയ്യാൻ അറിയാവുന്ന ജിക്ക് മനസ്സിലാവണമല്ലോ. കഴിച്ചു നോക്ക്. എന്താ ആരും ഒന്നും മിണ്ടാത്തത്? അല്ല, എന്റെ ഷോക്കിൽ നിന്ന് ഞാൻ മാറിയിട്ടില്ല. പുട്ടും കടലയും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാനിപ്പോ പറഞ്ഞേ ഉള്ളൂ. ഏതായാലും കിട്ടിയല്ലോ. ഇനി എനിക്ക് തരാൻ തന്നെ അങ്ങോട്ട് കൊടുത്തേക്കും. എന്ത്? ഇതേതായാലും ഒരു പോസിറ്റീവ് സൈനാണ്. ഞാനിന്ന് ഒരു കുറുമ്പ് കാണിക്കാൻ പോവുകയാണ്. എന്ത് കുറുമ്പ്? പീതാംബരനോടൊപ്പം കുട്ടികളെ കുറെ സമയം വിട്ടുകൊടുക്കും. ഉച്ചയ്ക്ക് ഞാൻ അവരെ സ്കൂളിൽ നിന്ന് പൊക്കും. സ്കൂൾ വിടുന്ന സമയത്ത് തിരികെ എത്തിക്കും. അതിനിടയ്ക്കുള്ള 2 മണിക്കൂർ അച്ഛനും മക്കളും മാത്രം.
ഇതെങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. ദാ. ഇതോ? ഇതും. ഇതങ്ങോട്ട് മാറ്റി വെച്ചേ. ഇതൊക്കെ എവിടുന്ന് കിട്ടിയെന്ന് അമ്മ ചോദിച്ചാ എന്ത് പറയും? അച്ഛൻ വാങ്ങി തന്നു പറയും. അമ്മ ദേഷ്യപ്പെട്ടാലോ? അപ്പൊ ഞങ്ങൾ അച്ഛൻ്റെ കൂടെ പോകുന്നും പറയും. അച്ഛന്റെ ചോപ്പന കൂട്ടുണ്ട്. നീ മോക്ക് നോക്കാം കേട്ടോ. ആയ് എന്തുടുപ്പുകളാ. ഇതെങ്ങനെയുണ്ട്? ഇട്ടായോ? ഇതോ? മാധവ എന്താ സർ? എന്റെ മോൻ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. മാധവ മോനെ, മോളെ ഒന്ന് നോക്കണേ. ഓക്കെ സർ. അച്ഛൻ ഇപ്പൊ വരാ. മോള് വരും. മാധവ മോനെ, മാധവ ഒരു കുട്ടിയെ കണ്ടോ? ഇല്ല. മാധവ മാധവ ഒരു സ്കൂൾ യൂണിഫോം ഇട്ട കുട്ടിയെ കണ്ടോ? കണ്ടില്ല. മാധവ മോനെ, മാധവ മാധവ മോനെ കാണാനില്ല. കാണാനില്ലേ? ഇവിടെ എല്ലാം നോക്കി, എങ്ങും കാണാനില്ല. അയ്യോ, ഇപ്പൊ തന്നെ വൈകി. സ്കൂൾ വിടുമ്പോഴേക്കും തിരിച്ചെത്തിച്ചില്ലെങ്കിൽ? ഡ്രസ് ഷോപ്പിൽ എന്നെ തൊട്ട് പുറകെ ഉണ്ടായിരുന്നതാ. ഇവിടെ ഉണ്ടാവും. ഷോപ്പിംഗ് കോംപ്ലക്സുകളിൽ ഇപ്പൊ കളവ് വളരെ കൂടുതലാ. 2-3 പേര് നമ്മുടെ കടയിൽ വന്ന് ചുറ്റിത്തിരിഞ്ഞെന്ന് സെക്യൂരിറ്റി പറഞ്ഞു. എന്റെ ദൈവമേ. മോന്റെ കഴുത്തിൽ വല്ല ചെയിനോ മറ്റോ ഉണ്ടായിരുന്നോ? എനിക്കറിയില്ല. ഏതായാലും നിങ്ങളുടെ പോലീസിലൊന്ന് അറിയിക്കും. ഹലോ, അതെ. ഹലോ, ഇപ്പൊ ഇവിടുന്ന് ആരെ അയക്കാൻ പറ്റില്ല. ഇവിടുത്തെ ജോലിയൊക്കെ തന്നെ പോലീസുകാരെ തയ്യാൻ നിൽക്കുക. അപ്പോഴാണ് നിങ്ങളുടെ ഗാനമേളയ്ക്ക് കാവല്. സർ, ദയവ് ഇതിന്റെ മോന്റെ കാര്യം പറഞ്ഞല്ലോ, ഞങ്ങൾ ഈ സിറ്റി മുഴുവൻ തെരഞ്ഞുകൊണ്ടിരിക്കുക. 4 പോലീസുകാരെ ഓരോ ഭാഗത്തേക്ക് അയച്ചാൽ നിങ്ങളുടെ ഉത്തരവാദിത്തം തീർന്നോ? കണ്ണിന്റെ മുമ്പിൽ നിന്ന് ഒരു കുട്ടിയെ കാണാതായിരിക്കുന്നത്. എന്നിട്ട് ഈ നേരം വരെ അവനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ യൂണിഫോം ഇട്ടുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത്? സൂക്ഷിച്ച് സംസാരിക്കണം. ഞങ്ങളുടെ നോട്ടക്കുറവ് കൊണ്ടാണോ കുട്ടിയെ കാണാതായത്? നിങ്ങൾ ശ്രദ്ധിച്ചില്ല? അച്ഛനൊരു ഭാഗത്ത്, അമ്മ വേറൊരു ഭാഗത്ത്. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ കുറ്റം പോലീസിന്. മോളെ വാ, സമാധാനായിട്ടിരിക്കേ. കരയല്ലേ, മോള് ഇവിടെ ഇരിക്കേ. എന്തായി? ആശുപത്രികളിൽ കേസൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു നാടോടി സംഘം സിറ്റിയിൽ എത്തിയിട്ടുണ്ടത്രേ. അവരുടെ റോഡ്സ് കിട്ടിയിട്ടില്ല. പിന്നെ നമ്മുടെ സ്റ്റേഷൻ അതിർത്തിയിലല്ല, പവർ ഹൗസിനടുത്ത് റെയിൽവേ ട്രാക്കിൽ ഒരു ആൺകുട്ടിയുടെ ഡെഡ് ബോഡി കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ മോനൊന്നും സംഭവിക്കില്ല. കരയല്ലേ, കരയാതിരിക്കും. ഹലോ, ഓക്കെ പറയാം. കുട്ടി നിങ്ങളുടെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. മോനെ, നീ അമ്മയെ പേടിപ്പിച്ചു കളഞ്ഞല്ലോടാ. മോനെ, അച്ഛന്റെ പൊന്നൂന് എവിടെയായിരുന്നു? എങ്ങനെ വരും ഇവിടെ എത്തിയത്? ഞാൻ കൊണ്ടുവന്നതാ. എന്താ പറ്റിയത് എന്റെ കുഞ്ഞിന്? ഒന്നും പറ്റിയിട്ടില്ല. ആൾത്തിരക്കിനിടയിൽ നിന്ന് അവൻ എന്റെ കയ്യിലെത്തിന്ന് മാത്രം തൽക്കാലം അറിഞ്ഞാ മതി.
ദൈവത്തോടെ ഞാൻ നന്ദി പറയുന്നത്. അത്രയ്ക്ക് എൻ്റെ മനസ്സുരുകിയിട്ടുണ്ട്. സത്യത്തിൽ ഇവരാണ് ദൈവം. ഈ കുഞ്ഞുങ്ങൾ ഇവര് കാരണമാണ് നിങ്ങൾ ഒന്നായത്. കുറച്ചു നേരം മോനെ കാണാതായപ്പോൾ നിങ്ങളുടെ സങ്കടവും സന്തോഷവും ഒക്കെ ഒരുമിച്ചായി. ഇനി അത് നഷ്ടപ്പെടുത്തരുത്. കമലേ, ഹലോ, നിങ്ങൾ മൂസാക്കൊക്കെ ഫോൺ കൊടുക്കേ. അഹമ്മദ് ആജിയുടെ മകൻ നൗഷാദ് എന്ന് പറഞ്ഞാൽ മതി, മനസ്സിലാവും. ഹലോ മൂസാക്ക, ഞാൻ നൗഷാദാണ്. ഇന്നലെ മുതൽ ഞാൻ ട്രൈ ചെയ്യായിരുന്നു. ഇപ്പോഴും കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാനും വാപ്പയും കൂടെ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. ഒരു സീരിയസ് ഇഷ്യൂവാ. എൻ്റെ അനിയനോടുള്ള ജബ്ബാർ, അതെ ദുബായിലുള്ളവൻ, അവൻ അവിടെ ഒരു കേസിൽ പെട്ടുപോയി. ആരോ ചതിച്ചതാ. 2 ദിവസമായിട്ട് അവിടെ ജയിലിൽ പിടിച്ചിട്ടിരിക്കുക. ഇന്നലത്തെ ഫ്ലൈറ്റിൽ ബഷീർക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട്. പക്ഷെ കാണാനോ കോണ്ടാക്ട് ചെയ്യാനോ ഒന്നും സാധിക്കുന്നില്ല. അവിടെ ഗവൺമെന്റ് സർവീസിലുള്ള ആരെങ്കിലും ജാമ്യം നിന്നാലേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ എന്നാ പറയുന്നത്. ഇവിടെ ഞങ്ങളാവുന്നൊക്കെ ചെയ്തു നോക്കി, ഒരു രക്ഷയില്ല. മിനിസ്ട്രി ലെവലിൽ നമുക്ക് എന്തായാലും ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ, മൂസാക്കൊക്കെ ഡൽഹി നല്ല ഹോളുള്ളതല്ലേ. ഇങ്ങനെ ഒരു കാര്യമായുണ്ടോ ഞാൻ അങ്ങോട്ട്. ഹലോ ഹലോ, കട്ടായി. ഫോൺ ഓഫാക്കി കളഞ്ഞു. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ? വേണ്ട പാപ്പ, അയാൾ ഒന്നും ചെയ്യില്ല. സംസാരം കേട്ടാ അറിയാം. നമ്മുടെ രഹനത്തയുടെ ബാപ്പ ദുബായിലെ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടറല്ലേ? മൂപ്പര് വിചാരിച്ച ജാമ്യം കിട്ടൂലേ? അന്യന്മാരും അങ്ങനെ ജാമ്യം നിൽക്കില്ല. നിന്റെ ഭാര്യയുടെ ബാപ്പ അന്യനാ? അതിന് ഞാൻ പോയി അവളുടെ കാല് പിടിക്കണം. പിടിക്കണം. നിന്നെ പോലെ തന്നെ ഞാൻ പറ്റ മോനാ ജബ്ബാർ. അവൻ അവിടെ ജയിലിൽ കിടന്ന് അറിയിക്കുന്നതിലും വലുതാണോ നിന്റെ വാശി? ഉമ്മ പറയുന്നതിലും കാര്യമില്ലേ മോനെ? ആരും ഒന്നും പറയണ്ട, എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോൾ പന്ത് രഹനയുടെ കോർട്ടിലാണ് എന്ന് പറയാറായിട്ടില്ല. ജമീല എന്നെ വിളിച്ച് വിവരം അറിയിച്ചെന്ന് മാത്രം. ജമീലയിലൂടെ കേട്ടത് ആ കുടുംബത്തിന്റെ മുഴുവൻ ശബ്ദമാണ്. അവർക്കിപ്പോൾ രഹനയുടെ സഹായം ആവശ്യമാണ്. അത് വേണ്ട. അങ്ങനെ അവരുടെ ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് നിൽക്കാൻ ഇനി എന്നെ കിട്ടില്ല. അപ്പോൾ നൗഷാദിന്റെ അനിയൻ ഗൾഫിലെ ജയിലിൽ കിടന്ന് നരകിച്ചോട്ടുന്നു. അതോർത്ത് ആ വീട്ടിലെ ആൾക്കാർ മുഴുവൻ കണ്ണീര് കുടിച്ചാൽ രഹനയ്ക്ക് സന്തോഷമാവോ? ദൈവം ചില നേരത്ത് ചില പിടിവള്ളികൾ ഇട്ട് തരും. അത് കണ്ടില്ലെന്ന് അടിച്ചാൽ പിന്നെ നമ്മൾ ആഗ്രഹിച്ചാലും അങ്ങനെ ഒരു അവസരം കിട്ടിയെന്ന് വരില്ല. രഹനയെ അവർ വേദനിപ്പിച്ചിട്ടുണ്ട്, അപമാനിച്ചിട്ടുണ്ട്. അതിന് പകരം അവരെ വേദനിപ്പിച്ചിട്ട് എന്താ കാര്യം? മറിച്ച് നന്മ കൊണ്ടും സ്നേഹം കൊണ്ടും നമ്മൾ അവരെ കീഴ്പ്പെടുത്തണം. അതാണ് സത്യസന്ധമായ പ്രതികാരം. എനിക്കത്ര വിശാലമായ മനസ്സൊന്നും ഇല്ല. ഉണ്ട്. ഇല്ലെങ്കിൽ ഈ വിവരം കേട്ട ഉടനെ രഹന എത്ര ഡിസ്റ്റർബ്ഡ് ആവില്ല, എന്നെ വിളിച്ചിങ്ങനെ സംസാരിക്കില്ല. ഒരുപാട് പ്രതീക്ഷകളോടെ രഹന ചെന്ന് കയറിയ വീടാണത്. നല്ലതും ചീത്തയുമായ ധാരാളം അനുഭവങ്ങൾ അവിടെ നിന്നുണ്ടായിട്ടുണ്ടാവാം. എങ്കിലും ഇപ്പോഴും അത് രഹനയുടെ വീടാണ്. എനിക്കുറപ്പുണ്ട്, പഴയ കണ്ണുകളിലൂടെ അവരിനി രഹനയെ കാണില്ലെന്ന്. ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നേ? രഹന പപ്പയെ വിളിക്കണം. നൗഷാദിന്റെ അനിയനെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്താൻ പറയണം. അവരാവശ്യപ്പെടാതെ തന്നെ അങ്ങനെ ചെയ്താൽ നൗഷാദ് മാത്രമല്ല, ആ കുടുംബം മുഴുവൻ രഹനയോടൊപ്പം ഉണ്ടാവും. മോളെ ആ കൈ ഇങ്ങോട്ട് തന്നെ. എന്തിനാ തന്നെ? GKയുടെ ആ ദീർഘവീക്ഷണം ഉണ്ടല്ലോ, അതിനാണ് ഈ ഷെയ്ക്കൻഡ്. വന്നേ, വാ. ഇതാരാന്ന് നോക്കിയേ. എന്താ ഡോക്ടർ? കുറച്ച് ദിവസമായി ഞാൻ ആകെ ഡിസ്റ്റർബ്ഡാണ്. ക്ലിനിക്കിൽ പോലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റ് തിരുത്താമെന്ന് പറയാനാണ് ഞാൻ വന്നത്. ട്രേസയും മോളും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. അത് മനസ്സിലാക്കി തന്നത് മിസ്റ്റർ ഗോപനാണ്. അതുകൊണ്ടാണ് ആദ്യം ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നത്. ഇനി ഞാൻ ആ വീട് ഒഴിഞ്ഞുതരാം.
എന്റെ ഭാര്യയും മോളെയും കുട്ടി എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറിക്കൊള്ളാം. ഡോക്ടറുടെ മനസ്സ് മാറിയില്ലേ? അതാണ് പ്രധാനം. ട്രീസ ഇപ്പൊ തന്നെ കാണണം. ഡോക്ടറുടെ ഒരു വാക്കിന് വേണ്ടി ട്രീസ കാത്തിരിക്കുക. എനിക്കതറിയാം. എനിക്ക് ട്രീസയോട് മാത്രം ഒന്ന് സംസാരിക്കണം. ആരും ഇറങ്ങണ്ട, എനിക്കൊന്നും സംസാരിക്കാനില്ല. പ്ലീസ്. ഞാൻ തർക്കിക്കാനോ വഴക്കൂടാനോ വന്നല്ല. എന്തിനായാലും ഞാനില്ല. ഇതെന്റെ ജോലി സമയമാണ്. ജോലി ചെയ്താലേ എനിക്ക് ശമ്പളം കിട്ടും. ആ ശമ്പളം കൊണ്ടാണ് ഞാനും എന്റെ മോളും ഇന്ന് ജീവിക്കുന്നത്. ട്രീസ, ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഒന്നും പറ്റിയിട്ടില്ല. ഒരു ഉറക്കമുണർന്നു എന്ന് വിചാരിച്ചാൽ മതി. ട്രീസ, ക്ഷമിക്കൂ എന്ന് ഞാൻ പറയുന്നില്ല. ക്ഷമിക്കാനാവാത്ത തെറ്റുകളാ ഞാൻ ചെയ്തത്. ഈശ്വരനെ സാക്ഷിയാക്കി ഞാൻ പറയാണ്, എനിക്കൊരവസരം കൂടി തരണം. ഇനി നീ ആഗ്രഹിക്കുന്ന ഭർത്താവായിരിക്കും ഞാൻ. വിവരങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ദൈവം രക്ഷിച്ചതാ. ദൈവം രക്ഷിച്ചത് ട്രീസയെ മാത്രമല്ല, നിങ്ങളെല്ലാവരെയാ, 3 കുടുംബങ്ങളെ. അല്ലേ ഇമ്മാനുവൽ? പിന്നെ സത്യത്തിൽ ഞാൻ തീരെ വിചാരിച്ചില്ല നിങ്ങളെയൊക്കെ സ്നേഹത്തോടെ ഇങ്ങനെ ഒരുമിച്ച് കാണാൻ പറ്റൂന്ന്. ജിക്ക് ഇതിനു വേണ്ടി ഒരുപാട് പാടുപെട്ടുട്ടോ. ഞങ്ങൾക്കറിയാം, നിങ്ങൾ 3 പേരും ഒരുപാട് ബുദ്ധിമുട്ടി. അതൊന്നും ബുദ്ധിമുട്ടായിരുന്നില്ല. ഒരു നല്ല ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ശ്രമം. അതിനിടയ്ക്ക് കുറച്ച് കുസൃതികളും കുറുമ്പുകളൊക്കെ ഉണ്ടായെന്ന് മാത്രം. ഞാൻ രഹനയോട് പറയായിരുന്നു, എത്ര ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയാ ഞങ്ങൾ വഴക്കുകൂടിയിരുന്നെന്ന്. അത് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഓരോരുത്തരും വിചാരിക്കും അവരവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും മാത്രമാണ് ശരിയെന്ന്. ആ ശരികൾക്കിടയിൽ കുറേ തെറ്റുകൾ മറിഞ്ഞു കിടപ്പുണ്ടാവും. അത് മറ്റുള്ളവർക്കെ കാണാൻ കഴിയൂ. അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. 90% വഴക്കുകളും അനാവശ്യമാണെന്ന് മനസ്സിലാകും. ഒരു കുടുംബമാകുമ്പോൾ ഭാര്യയും ഭർത്താവും വിട്ടുവീഴ്ച ചെയ്യണമെന്ന് എല്ലാവരും പറയാറുണ്ട്. കോംപ്രമൈസ്, അതാ അധികവും കേൾക്കാറുള്ള വാക്ക്. അർത്ഥമില്ലാത്ത വാദമാണത്. ഒത്തുതീർപ്പെന്ന് പറയുമ്പോൾ പ്രശ്നങ്ങൾ അപ്പോഴും ബാക്കിയാണ്. ഒരു അനുരഞ്ജനം മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. വേണ്ടത് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. പരസ്പരം മനസ്സിലാക്കൽ, പൂർണ്ണമായ വിശ്വാസം. അതുണ്ടെങ്കിലേ സന്തോഷവും സമാധാനവും ഉണ്ടാകൂ. സ്വന്തം പിടിവാശികൾക്ക് വേണ്ടി വാദിക്കുമ്പോൾ നിങ്ങൾ ഓർക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. നിങ്ങളുടെ കുട്ടികൾ, അവരിതൊക്കെ കാണുന്നുണ്ട്. അവരുടെ കുഞ്ഞു മനസ്സ് വേദനിക്കുന്നുണ്ട്. അനുഭവിച്ചവർക്ക് ആ വേദനയുടെ ആഴമറിയൂ. എനിക്കറിയാം, ഞാനിത് അനുഭവിച്ചിട്ടുണ്ട്. പരസ്പരം പോരടിക്കുന്ന അച്ഛനമ്മമാർക്കിടയിൽ ഉറക്കം വരാതെ എത്രയോ രാത്രികൾ. നിയമത്തിൻ്റെ അനുവാദം വാങ്ങി അവർ രണ്ട് വഴിക്ക് പോയപ്പോൾ നഷ്ടപ്പെട്ടത് എൻ്റെ കുട്ടിക്കാലമായിരുന്നു. പിന്നീടെന്നും തനിച്ച്. നിങ്ങളുടെ കുട്ടികളിൽ ഞാൻ എന്നെ തന്നെയാണ് കണ്ടത്. അതുകൊണ്ടാണ് സൂക്ഷിച്ച് പതുക്കെ. ഇതാ താക്കോൽ. താങ്ക് യു. ഞങ്ങളുടെ പുതിയ വീട് മോളുടെ പേരിലാ വാങ്ങിച്ചിരിക്കുന്നത്. അങ്ങോട്ട് ക്ഷണിക്കേണ്ടത് ഇവളാ. അങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ അങ്കിള് വരണ്ടേ? ഞങ്ങൾ ആ വീട് വിൽക്കുന്നില്ല. അമ്പടി ഭയങ്കരി.
ടാറ്റാ. ഇനി അകത്ത് കയറി ഐശ്വര്യത്തിന്റെ ദീപം തെളിയിച്ചാലോ ഇമ്മാനുവലെ? ഇനി ഇപ്പൊ ദീപം തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ ഐശ്വര്യം വന്നു കഴിഞ്ഞു. ആ ഫ്ലാറ്റ് നോക്കാൻ വന്ന പാർട്ടി അവിടെ വെയിറ്റ് ചെയ്യാ. ഞാൻ അവരെ ഒന്ന് അയച്ചു. ഓക്കേ. ഇതിപ്പോ GK എക്സ്പോർട്സിന്റെ ഓഫീസോ വീടോ? രണ്ടും. എനിക്ക് പ്രവേശനമുണ്ടോ? കമലയ്ക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ഹേയ്, വലത് കാല് വെച്ച്. ഇയാള് പുറപ്പെട്ട എവിടത്തേക്ക്? തിരുപ്പൂരേക്ക്. ഏത് തിരുപ്പൂര്? ഞാൻ എവിടെയും പോകുന്നില്ല. അപ്പൊ ശരവണ മുതലാളി? അയാളോട് പോയി പണി നോക്കാൻ പറയും. ഇനി നിങ്ങൾ എവിടെ ഉണ്ടോ അവിടെ ഞാനും ഉണ്ടാവും. ആ ഫോണൊന്ന് എടുക്ക ട്രീസ. എനിക്കുള്ളതല്ലോ, എടുത്ത് സംസാരിച്ചൂടെ? ഇനി എനിക്ക് വരുന്ന എല്ലാ ഫോണും നീ എടുത്താ മതി. കുറച്ച് തിരക്കിലാണെന്ന് പറ. ഹലോ, ഡോക്ടർ കുറച്ച് തിരക്കിലാണ്, പിന്നെ വിളിക്കൂട്ടോ. എന്താ എല്ലാരും കൂടെ പുറത്തു നിൽക്കുന്നേ? സൂസി ചേച്ചി ഫാമിലിയും എക്സിബിഷന് പോവാണത്രേ. എന്നോടുകൂടി ചെല്ലാൻ പറയായിരുന്നു. എന്നാ പിന്നെ എന്തിനാ വൈകുന്നത്? വേഗം പോയിട്ട് വാ. സാറും കൂടി ഉണ്ടെങ്കിലേ പ്രമീള വരുന്നുള്ളൂ. അയ്യോ, എനിക്ക് അല്പം തിരക്കുണ്ട്. പ്രമീള പറഞ്ഞില്ലേ, ആ കോൺവെന്റിന്റെ മുന്നിലെ ബേക്കറി ഞങ്ങൾ വാങ്ങി. അതിന്റെ റിനോവേഷൻ നടന്നോണ്ടിരിക്കുക. ഒരു കാര്യം ചെയ്യേ, നീയും മക്കളും കൂടെ പോയിട്ട് വാ. മക്കളെ, പെട്ടെന്ന് ഡ്രസ് ചെയ്ത് അമ്മയോട് ചെല്ല്. ഹായ് രമേശ്. ഹായ്. വൈകുന്നേരം ഞാൻ നേരെ വീട്ടിലേക്ക് വന്നോളാം. ഇന്ന് കുറച്ച് ലേറ്റ് ആവും. എത്ര ലേറ്റ് ആയാലും ഞാൻ നിന്നെ ഒന്ന് പിക്ക് ചെയ്തോളാം. ഇറങ്ങാറാകുമ്പോ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ശരി.